ഏത് ടോപ്പ് ഓർഡർ ടീമും മുട്ടാൻ ഭയക്കുന്ന ജർമ്മനിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അടിച്ച് തൂഫാനാക്കിയാണ് പാരഗ്വായ് പ്രീ ക്വാർട്ടറിലേക്ക് വണ്ടി കയറിയത്. 2002 ശേഷം ഇതാദ്യമായാണ് അവർ റൗണ്ട് ഓഫ് 16 എത്തുന്നത്. ഫ്രാൻസ് ആകട്ടെ ഈ കപ്പ് നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ടീമുകളിലൊന്നാണ്. വേൾഡ് കപ്പ് പ്ലാറ്റ്ഫോമിൽ കളിച്ച അവസാന 5 കളിയിലും 3-ലധികം ഗോൾ എന്ന ആർക്കും സാധിക്കാത്ത ചരിത്ര നേട്ടവുമായാണ് അവരുടെ വരവ്. 27 വയസ്സിൽ 18 വേൾഡ് കപ്പ് ഗോൾ സ്വന്തമാക്കിയ എംബപ്പെ ഗോൾ വേട്ടയിൽ 1-ാം സ്ഥാനത്തുള്ള മെസ്സിക്ക് 1 ഗോൾ മാത്രം പുറകിലാണ്. എന്നാൽ നോക്കൌട്ട് റൗണ്ടുകളിൽ നേടിയ ആകെ ഗോളുകളുടെ കണക്കെടുത്താൽ 10 ഗോളുകളുമായി എംബപ്പെ തന്നെയാണ് മുമ്പിൽ. ഇതിഹാസ താരം പെലെയുടെ ഓൾ ടൈം റെക്കോർഡായ 6 അസിസ്റ്റിന് ഒപ്പമെത്താൻ 1 അസിസ്റ്റ് കൂടി മതി ഫ്രഞ്ച് മിഡ്ഫീൽഡർ മൈക്കൽ ഒലിസയ്ക്ക്. എല്ലാവരും ഇപ്പോഴും ഓർത്തിരിക്കുന്ന 2002 ബ്രസീൽ ടീമിന്റെ ലെജൻഡറി 3-6-ന് സമാനമായി എംബപ്പെ, ഡെംബലെ, ഓലീസെ ത്രയത്തിൽ ഓരോരുത്തർക്കും 5+ ഗോൾ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഈ ഒരൊറ്റ കപ്പിൽ മാത്രം. ഈ ടൂർണമെന്റിലെ പ്രീ ക്വാർട്ടർ സർപ്രൈസ് പാക്കുകളിൽ ഉൾപ്പെടുന്ന പാരഗ്വായ് ഇതുവരെ ഫ്രാൻസിനോട് മത്സരിച്ച് വിജയം അറിഞ്ഞിട്ടില്ല. ഒരു EA സ്പോർട്സ് FC പോലെയാണ് ഫ്രാൻസിന്റെ അറ്റാക്കിംഗ് സ്റ്റൈൽ എന്ന് തോന്നുന്നു. 3.3 ഗോൾസ് പെർ മാച്ച്, 8.5 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് പെർ മാച്ച്, ഇങ്ങനെ ഏത് കണക്കെടുത്താലും ദശാംസിന്റെ ടീം മുന്നിൽ തന്നെയാണ്. എന്നാൽ 25.8 ടാക്കിൾസ് പെർ മാച്ച്, 40 ക്ലിയറൻസ് പെർ മാച്ച് എന്ന റെക്കോർഡുകളുമായി തങ്ങൾ ജർമ്മനിയെ തോൽപ്പിച്ചു വന്നത് അങ്ങനെ വെറുതെ പോവാനല്ല എന്ന് പാരഗ്വായ് സൈഡും വ്യക്തമാക്കുന്നു. ഇന്ന് ഫ്രാൻസിനെ നേരിടുമ്പോൾ പാരഗ്വായുടെ നെടുന്തൂണാവുക ഗുസ്താവോ ഗോമസ് ആയിരിക്കും. ഫ്രഞ്ച് പടയെ തടയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ലാസ്റ്റ് ഗെയിമിൽ ഉടനീളം ജർമ്മൻ ഫോർവേഡ്സിന് തളച്ചിട്ട ഈ സെന്റർ ബാക്ക് തന്നെയായിരിക്കും അതിൽ മുഖ്യ പങ്ക് വഹിക്കുക. ഫ്രാൻസിന്റെ പ്ലേമേക്കർ റോളിലുള്ള ഒലിസെ ക്രിയേറ്റ് ചെയ്ത അത്രയും ഗോൾ അവസരങ്ങൾ ഈ ടൂർണമെന്റിൽ മറ്റാരും സൃഷ്ടിച്ചിട്ടില്ല. ഗോൾഡൻ ബൂട്ട് റേസ് ഇത്ര കടുത്തില്ലായിരുന്നെങ്കിൽ ഗോൾഡൻ ബോളിനുള്ള പേരുകളിൽ ഉറപ്പിക്കാവുന്ന ഒരു പ്ലെയറാണ് ഒലിസെ. ലേറ്റസ്റ്റ് ടീം അപ്ഡേറ്റ് എടുത്താൽ സണ്ടർലാൻഡ് സെന്റർ ബാക്ക് ആൽറെറ്റ് ഇന്നത്തെ കളിയിൽ പാരഗ്വായ് നിരയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പരിക്കുമൂലം നേരത്തെ ജർമ്മനിക്കെതിരെയുള്ള കളിയിൽ പുറത്തിരുന്ന ആൽറെറ്റ് ഫസ്റ്റ് ടീം ട്രെയിനിങ്ങിലും പങ്കെടുത്തിട്ടില്ല. ഫ്രഞ്ച് സൈഡിൽ സ്ട്രൈക്കർ തുറാമയെ കാഫ് ഇഞ്ചുറി കാരണം 2 മത്സരങ്ങൾ ഓൾറെഡി നഷ്ടമായിട്ടുണ്ട്. ഇന്നത്തെ കളിയിലും അദ്ദേഹം ഇറങ്ങുന്ന കാര്യം ഡൗട്ടാണെങ്കിലും മറ്റ് ഓപ്ഷൻസ് ഇഷ്ടം പോലെയുള്ള ദശാംസിന് അതൊരു തലവേദനയായിരിക്കില്ല. തൈ ഇഞ്ചുറി കാരണം ചൂമേനിയുടെ കാര്യവും സംശയമാണ്. ഈ ടൂർണമെന്റിൽ പന്ത് കൈവശം വെച്ച കണക്കിലെടുത്താൽ 31.2% ആവറേജ് പൊസിഷനുമായി 47-ാം സ്ഥാനത്താണ് പാരഗ്വായ്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ടീമിന് ആവശ്യാനുസരണം ബോൾ കൈവശം വെക്കാനും തരം കിട്ടുമ്പോൾ പാരഗ്വായ് ഡിഫൻസ് തകർത്ത് ഗോൾ നേടാനും ധാരാളം ചാൻസ് ഉണ്ടാകും. കൂടുതൽ പ്രീ മാച്ച് അനാലിസിസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.